വിഖായയുടെ പ്രവർത്തകർക്ക് കിട്ടുന്നത് എത്ര പുണ്യമാണ്. ഈ 30, 31 തീയതികളിൽ കാസർഗോഡ് കുണിയ സമസ്ത സമ്മേളന നഗരിയിൽ സ്ത്രീകൾക്ക് എക്സ്പോ സന്ദർശനത്തിന് ഒരു അവസരം ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾ അറിഞ്ഞോ എന്ന് എനിക്കറിയില്ല. എല്ലാ സഹോദരിമാരും വാഹനങ്ങളിലായി. ഒന്നും വിഷമിക്കണ്ട, വിഖായെ പോലെ പവറുള്ള വനിതാ വോളണ്ടിയർമാർ നിങ്ങളുടെ കാര്യങ്ങൾ അവിടെ പരിഹരിക്കും. നിങ്ങൾക്ക് സമ്മേളന നഗരി കാണണ്ടേ? മലക്കുകൾ ഇറങ്ങുന്ന, സ്വർഗം പൂത്തുലയുന്ന, അള്ളാഹുവിന്റെ മഹാന്മാരെ ഔലിയാക്കൾ വന്നണയുന്ന ആ സ്ഥലം കാണണ്ടേ? ആ എക്സ്പോയിൽ നിങ്ങൾക്ക് പങ്കാളികളാകണ്ടേ? അപ്പൊ അതിന് തീർച്ചയായിട്ടും നിങ്ങളൊക്കെ ഈ 30, 31 തീയതിയിലെത്തുക. 2-ാം തീയതി മുതൽ പിന്നെ ക്യാമ്പാണ്. ഞാൻ 2-ാം തീയതി മുതൽ 8-ാം തീയതി വരെ അവിടെ തന്നെ ഉണ്ടാവും, ക്യാമ്പിലുണ്ടാവും. അവിടുത്തെ എക്സ്പോയിൽ ഇഷ്ക് മജ്ലിസ് ഉണ്ട്. 7-ാം തീയതി തൊയ്ബ എന്നാണ് പേര്. ഇൻഷാ അല്ലാഹ് അതിന് നേതൃത്വം കൊടുക്കുന്നുണ്ട് 7-ാം തീയതി രാത്രിയിൽ. പിന്നെ 8-ാം തീയതി സമ്മേളനം കഴിഞ്ഞ് 9-ാം തീയതി പോകുള്ളൂ നാട്ടിലേക്ക് ഇൻഷാ അല്ലാഹ്. അപ്പൊ നിങ്ങളൊക്കെ അതൊരു മഹാസമ്മേളനമാണ്. അതൊരു മഹാസമ്മേളനമാണ്. ഒരു പാർട്ടിയുടെ, ഒരു സംഘടനയുടെ സമ്മേളനം എന്നതിനപ്പുറം ഹൃദയങ്ങൾ ഇങ്ങനെ കുളിര് കോരുന്ന അനുഭവങ്ങളാണ്, അനുഭൂതിയാണ് ഓരോ നിമിഷത്തിലും. അതുകൊണ്ട് നിങ്ങളത് ഒഴിവാക്കരുത്, ഒരാൾ ഒഴിവാക്കരുത്. നിങ്ങളെല്ലാവരും അവിടെ വന്നില്ലെങ്കിൽ സമ്മേളനം പൊളിയൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ചെന്നാൽ നിങ്ങൾക്ക് വിജയം ഉണ്ടാവും, സംശയമില്ല. അതൊരനുഭവമാണ്. പട്ടിക്കാട് ജാമിഅ നൂരിയയിലെ സമ്മേളനത്തിലേക്ക് തൃപ്പനച്ചി ഉസ്താദ് ആളുകളെ പറഞ്ഞു വിടുമായിരുന്നു എന്നാണ്. അങ്ങോട്ട് പൊയ്ക്കോളൂ, അവിടെ പോയി ദുആ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ സമ്മേളനം പറയാനുണ്ടോ? എത്ര ജാമിയയാണ്, എത്ര ഫൈസിമാരാണ്, എത്ര ഹാഫിളീങ്ങളാണ്, എത്ര സയ്യിദന്മാരാണ്, എത്ര ഔലിയാക്കളാണ്, എത്ര ആരിഫീങ്ങളാണ്, എത്ര സോലിഹീങ്ങളാണ്, എത്ര മുത്തഖീങ്ങളാണ്, എത്ര മുഖ്ലിസീങ്ങളാണ് അവിടെ വന്ന് നിറഞ്ഞൊഴുകുന്നത്. അവരിൽ ഒരാളായി അവരുടെ ആമീൻ പറയാൻ, അവരുടെ ദുആ കേൾക്കാൻ, അവരെ മുഖത്ത് നോക്കാൻ, ദൂരെ ഇരുന്ന് ശ്രദ്ധിക്കാൻ. ഉറുമ്പ് പോലെ കൂടി നിൽക്കുന്നത് മാത്രമേ കാണാൻ പറ്റൂ. അത് മതി. ഏറ്റവും പുറകിൽ നിന്ന, കഴിഞ്ഞ സമ്മേളനത്തിന് ഏറ്റവും പുറകിൽ നിന്ന സഹോദരൻ പറയുന്നുണ്ട്, പുറകിലും മതി ഉസ്താദെ, ഉന്താനും തള്ളാനും സീറ്റ് പിടിക്കാനും ഒന്നിനുമില്ല, എനിക്കത് കണ്ടാൽ മതി. അതുകൊണ്ട് നിങ്ങൾ വരണം. അള്ളാഹു നിങ്ങൾ അനുഗ്രഹിക്കട്ടെ, അതിന് തൗഫീഖ് തരട്ടെ. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട അബ്ബാസിന്റെ മരണപ്പെട്ട ഉമ്മാക്കുപ്പാക്കും വേണ്ടി 5000 രൂപ. ലാ ഇലാഹ